2024-25 വർഷത്തെ UG അഡ്മിഷൻ്റെ പോർട്ടലിലേക്ക് സ്വാഗതം. maharajas.online.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് കോളേജ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടത്. പൂർണ്ണമായും ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ തന്നെ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്മാർട്ട് ഫോണിലോ ടാബ്ലറ്റിലോ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റ്, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ ഒരു പ്രത്യേക ഫോൾഡറിലായി സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം. പ്രധാനമായും 4 സ്റ്റെപ്പുകളുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ. ഇതിൽ ആപ്ലിക്കൻ്റ് തൻ്റെ പേരും ബേസിക് ഡീറ്റെയിൽസും നൽകി ഇമെയിൽ ID, മൊബൈൽ നമ്പറും OTPയുടെ സഹായത്തോടുകൂടി വെരിഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആപ്ലിക്കൻ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഫീസ് പേ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ID നമുക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പായ ആപ്ലിക്കേഷൻ ഡാറ്റ എൻട്രിയിൽ ബേസിക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ബോണസ് മാർക്ക്, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യുന്നു. ക്വാളിഫൈയിങ് എക്സാമിൻ്റെയും മാർക്കും പ്രോഗ്രാം സെലക്ഷനൊക്കെ ഈ ഒരു പ്രോസസ്സിലാണ് വരുന്നത്. നാലാമത്തെ സ്റ്റെപ്പ്, അതായത് അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ നടത്തുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ഇനി കാണാൻ പോവുകയാണ്. അതിൽ ആദ്യത്താണ് രജിസ്ട്രേഷൻ. അതിനുവേണ്ടി നമ്മൾ അഡ്മിഷൻ പോർട്ടലിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. UG പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു. ഇതിൽ നമ്മളുടെ പേര് SSC ബുക്കിലുള്ള പോലെ തന്നെ എൻ്റർ ചെയ്യുന്നു. ഡേറ്റ് ഓഫ് ബർത്തും റിലീജിയനും റിസർവേഷൻ കാറ്റഗറിയും നമ്മൾ ആദ്യം തന്നെ ഫില്ല് ചെയ്യുന്നു. ഇമെയിൽ ID 2 പ്രാവശ്യം കൊടുത്തതിന് ശേഷം വെരിഫൈ ഇമെയിൽ എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് OTP ഇമെയിൽ ലഭിക്കുന്നതാണ്. ഓർക്കുക, നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ID എപ്പോഴും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ ID ആയിരിക്കണം. നമ്മുടെ സ്വന്തം ഇമെയിൽ ID തന്നെ പരമാവധി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ ഇമെയിൽ ID വഴിയാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ മൊബൈൽ നമ്പർ 2 തവണ എൻ്റർ ചെയ്യുന്നു. ആധാർ നമ്പർ 2 തവണ എൻ്റർ ചെയ്യുന്നു. ഒരു പുതിയൊരു പാസ്വേഡ് നമ്മൾ കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പറിൽ OTP ലഭിക്കുന്നതിനായി വീണ്ടും നമ്മൾ അടുത്ത ജനറേറ്റ് OTP ബട്ടൺ പ്രസ് ചെയ്യുന്നു. മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ID ഇപ്പോൾ ലഭിക്കുന്നതാണ്. ഇതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക. ഇനി നമ്മൾ കാണുന്നത് പേയ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട പേജാണ്. ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് നടത്താവുന്നതാണ്. UPI ഉപയോഗിച്ചു ഉൾപ്പെടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. ഈ പേജിലെയും ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം അപ്ലൈ ഓൺലൈൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ പ്രധാനമായും നമ്മുടെ രക്ഷിതാക്കളുടെ പേര്, സ്റ്റേറ്റ്, ഫാമിലി ഇൻകം എന്നിവയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ആനുവൽ ഫാമിലി ഇൻകം, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, നിലവിലുള്ള അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഫില്ല് ചെയ്യുക. അടുത്തതായി ബോണസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ബോണസ് മാർക്കിന് എലിജിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും യെസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിലില്ലെങ്കിൽ അതിനോടൊപ്പം ഈ വീഡിയോയോടൊപ്പം നൽകിയിട്ടുള്ള PDF പറഞ്ഞിട്ടുള്ള സത്യവാങ്മൂലം അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചോദ്യത്തിന് യെസ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ഡോക്യുമെൻ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക. ഓർക്കുക, സ്പോർട്സ് അല്ലെങ്കിൽ കൾച്ചറൽ കോട്ട സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് യെസ് കൊടുക്കുന്നതിൽ വളരെ വിശദമായി തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് നൽകേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത പേജിലേക്ക് പോകാം. അവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യുക.
അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ അക്കാദമിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പേജിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ സംബന്ധിച്ച ഡീറ്റെയിൽസ്, അതുപോലെ ടോട്ടൽ മാർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഓരോ വിഷയങ്ങളും പരമാവധി ആ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ അതേ ഓർഡറിൽ ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബന്ധപ്പെട്ട മാർക്ക് അവിടെ നൽകാവുന്നതാണ്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജിലെത്തുകയാണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പരമാവധി 5 പ്രോഗ്രാമുകൾ നമുക്ക് ഈ പേജിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ പ്രോഗ്രാമും സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് ഇൻഡെക്സ് മാർക്ക് കാണുന്നുണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന പരമാവധി 5 പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത പേജിലേക്ക് പോകാം. തൊട്ടടുത്ത പേജിൽ നമ്മൾ ഈ പ്രോഗ്രാമുകളുടെ മുൻഗണനാ ക്രമം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഈ ഓരോ ഇൻഡെക്സ് മാർക്കും കാൽക്കുലേറ്റ് ചെയ്തത് നിങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വിഷയങ്ങൾ കിട്ടാവുന്നതാണ്, അതുപോലെ ഏതൊക്കെ വിഷയങ്ങളാണ് താല്പര്യം എന്ന് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഈ 5 പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഏതാണ് ആദ്യത്തെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയം എന്നുള്ളത് നമ്മളത് ക്ലിക്ക് ചെയ്ത് ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം താല്പര്യമുള്ള വിഷയം ക്ലിക്ക് ചെയ്യുക, വീണ്ടും ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ പരമാവധി 5 പ്രോഗ്രാമുകൾ, ഇവിടെ അത്ര പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്തിട്ടില്ല, അത്രയും പ്രോഗ്രാമുകൾ നമുക്ക് നമ്മുടെ മുൻഗണനാ ക്രമം നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ തൊട്ടു താഴെ ഇതുവരെ സബ്മിറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും വായിച്ച് നോക്കിയതിന് ശേഷം പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഡ്രാഫ്റ്റ് ഫോമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഫൈനൽ സബ്മിഷൻ ആയിട്ടില്ല എന്ന് നോക്കുക. ഇതിലെ ഒരിക്കലും ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കില്ല. നമ്മൾ ഫൈനൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ, അതായത് ഏറ്റവും ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണുന്ന പ്രിൻ്റ് ആപ്ലിക്കേഷൻ കാണാൻ കിട്ടുകയുള്ളൂ. തൊട്ട് മുമ്പ് കിട്ടിയ ഡ്രാഫ്റ്റ് ഫോമിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇല്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ആപ്ലിക്കേഷൻ നമ്പർ ഉള്ള പ്രിൻ്റ് ഔട്ട് ലഭിച്ചാലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിജയകരമായി ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി കൃത്യമായിട്ട് നിങ്ങളുടെ ഇമെയിലും മൊബൈലും കോളേജ് വെബ്സൈറ്റും പരിശോധിക്കുക. ഓരോ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക. ഇത് അഡ്മിഷൻ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിലും ഇമെയിലും ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. All the best and welcome to Maharajas College.